ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹണ്ടർ 350യുടെ റോയൽ എൻഫീൽഡ് ഹണ്ടർ 350യുടെ മെയിൻ്റെനൻസ് കോസ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് എത്ര മെയിൻ്റെനൻസ് കോസ്റ്റ് വന്നു, എങ്ങനെയാണ് സർവീസിൻ്റെ കാര്യങ്ങൾ, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ജനുവരി 17 ഞാൻ ഹണ്ടർ 350 വാങ്ങിയത്. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ജനുവരി 17. അപ്പോൾ അന്നാണ് ഡെലിവറി എടുത്തത്. റെഡ് കളർ ഹണ്ടറായിരുന്നു എടുത്തത്. ഫസ്റ്റ് സർവീസ് ജനുവരി 29 ആയി. 549 കിലോമീറ്റർ ആയപ്പോഴായിരുന്നു സർവീസ് ചെയ്തത്. അന്ന് എനിക്ക് അവർ വാഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി കഴുകി തന്നു. പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് എനിക്ക് ജനുവരിയിൽ പ്രത്യേകിച്ച് പൈസയൊന്നും ആയില്ല. ഫസ്റ്റ് സർവീസിന് എനിക്ക് പൈസ ആയി. നമുക്ക് ഓയിൽ മാറ്റണം. ഫസ്റ്റ് സർവീസിൽ 500 കിലോമീറ്ററിൽ ഓയിൽ മാറ്റും. അപ്പോൾ ഓയിൽ മാറ്റുമ്പോൾ 1850 രൂപയും ടാക്സും വരുന്നുണ്ട്. ഓയിൽ മാറ്റും, പിന്നെ ചെയിൻ ലൂബ് ചെയ്യും, അതെല്ലാം പൈസ കൊടുക്കണം. ഓയിൽ ഫിൽറ്റർ അതെല്ലാം മാറും. രണ്ടാമത് നമുക്ക് വന്നിട്ടുള്ളത് സർവീസ് 4910 കിലോമീറ്ററിലാണ്. ഒന്നാം സർവീസ് 500 കിലോമീറ്ററിലും, രണ്ടാമത്തെ സർവീസ് 5000, മൂന്നാമത്തെ സർവീസ് 10000, പിന്നെ 15000, 20000, പിന്നെ 5000 ഇൻ്റർവെല്ലാണ്. അതിൽ 10000 കിലോമീറ്ററിൽ മാത്രമാണ് ഓയിൽ മാറ്റുക. ഓയിലും ഫിൽറ്ററൊക്കെ മാറ്റുന്നത് 10000 കിലോമീറ്ററിലാണ്. 5000 കിലോമീറ്റർ അവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വാഷ് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ നോക്കും, അത് ചെയ്യും. എന്നിട്ടൊരു 30 ml എൻജിൻ ഓയിലും കൂടെ ഒഴിക്കും. അത്ര മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ സെക്കൻഡ് സർവീസ് നമുക്ക് വന്നത് 2024 ജൂലൈ 6 ചെയ്തു. അതിന് എനിക്ക് അധികം ഓയിൽ മാറ്റിയിട്ടില്ല. 5000 സർവീസിന് ഓയിൽ മാറ്റിയിട്ടില്ല. 10000 സർവീസിനെ മാറ്റുക. ആദ്യം 500 ഓയിൽ മാറ്റും, പിന്നെ 10000 മാറ്റും. അപ്പോൾ സെക്കൻഡിൽ ഓയിലൊരു 30 ml ഒഴിച്ചു. പിന്നെ വണ്ടി മുഴുവൻ കഴുകി വൃത്തിയാക്കി കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊണ്ടു നോക്കി ചെയ്ത് ചെയിനും ലൂബ് ചെയ്ത് തന്നു. അന്ന് എനിക്ക് ചെയിൻ ലൂബിൻ്റെ പൈസ മാത്രമായത്. ആ ഓയിലിൻ്റെയും ചെയിൻ ലൂബിൻ്റെയും പൈസ വന്നിട്ടുള്ളൂ. മൊത്തം 317 രൂപയാണ് ആയത്. ഇനി അടുത്ത സർവീസ് എനിക്ക് വന്നത് 25 24 ജനുവരിയിൽ ഞാൻ വണ്ടി എടുത്തു. ജനുവരി 17 എടുത്തു. 25 ജനുവരി 4 ആയപ്പോൾ അടുത്ത സർവീസായി. 10000 കിലോമീറ്റർ ആയി. 10000 കിലോമീറ്റർ ആയപ്പോൾ ഓയിൽ മാറ്റണം, ഫിൽറ്റർ മാറ്റണം. അതിനൊപ്പം തന്നെ അവരുടെ ഒരു സർവീസ് കിറ്റ് ഉണ്ട് 10000. ആ സർവീസ് കിറ്റിനകത്ത് പറയുന്ന സാധനങ്ങളും മാറ്റേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു എയർ ഫിൽറ്റർ അങ്ങനത്തെ സാധനങ്ങൾ തോന്നുന്നു. സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്ററൊക്കെയാണ് എൻ്റെ ഓർമ്മ, എനിക്ക് അറിയുന്നത്. എൻ്റെ അറിവിൽ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്ററൊക്കെ മാറ്റും തോന്നുന്നു. അതെനിക്ക് 1900 ചില്ലായിരം രൂപയും ടാക്സും വന്നിട്ടുണ്ട്. അപ്പോൾ 2050 രൂപ അന്നായിരുന്നു. അത് 9600 കിലോമീറ്ററിൽ സർവീസ് ചെയ്തത്. പിന്നെ ഞാൻ സർവീസ് ചെയ്യുന്നത് 2025 5-ാം മാസം സർവീസ് ചെയ്തു. 2025 5-ാം മാസം സർവീസ് 15000 സർവീസാണ് ചെയ്തത്. അന്നും കൺസ്യൂമബിൾ ചാർജസ് മാത്രമേ വന്നത്. ചെയിൻ ലൂബും കാര്യങ്ങളും ചെയ്തു. അതിന് 160 രൂപ അതും, പിന്നെ ഇതും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ സർവീസ് ചെയ്യുന്നത് 2025 10-ാം മാസമാണ്. 2025 10-ാം മാസം സർവീസ് ചെയ്തു. 2025 10-ാം മാസം സർവീസിന് ചെന്നപ്പോൾ ഓയിൽ ഫിൽറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. 20000 സർവീസായിരുന്നു ചെയ്തത്. 20140 കിലോമീറ്ററായി. അന്ന് സർവീസ് ചെയ്തു. അതിന് ശേഷം ഒരു സർവീസും കൂടെ ചെയ്തായിരുന്നു. 20000 കഴിഞ്ഞിട്ട് 25000 സർവീസ് ചെയ്തു. 25274 കിലോമീറ്ററിൽ ഒരു സർവീസും കൂടെ ചെയ്തു. ആ സർവീസിന് എനിക്ക് പൈസ അധികമായില്ല. കാരണം ഞാൻ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഇതെടുത്തായിരുന്നു, പാക്കേജ് എടുത്തായിരുന്നു, സർവീസ് പാക്കേജ് 1500 രൂപയുടെ. അതുകൊണ്ട് ഈ സർവീസ് എനിക്ക് ഫ്രീ ആയിരുന്നു. മറ്റു സർവീസിൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇത്രയും സർവീസ് കഴിഞ്ഞത്. ഇപ്പോൾ വണ്ടി 28900 കിലോമീറ്ററായി. ഇനി ഒരു 1100 കിലോമീറ്ററും കൂടെ കഴിയുമ്പോഴേക്കും 30000 സർവീസ് ആവും. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ ചിലത് പുറത്തുനിന്ന് ചെയ്ത്, ബ്രേക്ക് പാഡൊക്കെ പുറത്തെ കടയിൽ കൊടുത്ത് ചെയ്യും. അപ്പോൾ കുറച്ച് പൈസ കുറയും. റോയൽ എൻഫീൽഡിൽ ചെയ്താലും വലിയ വ്യത്യാസമില്ല, ഒരു 100 രൂപയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നാലും ഞാൻ പുറത്തുനിന്ന് ചെയ്തു. പുറത്തുനിന്നാകുമ്പോൾ എനിക്ക് ഷോറൂമിൽ കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ്. ഷോറൂമിൽ കൊണ്ടുപോകണം,
അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് പുറത്തുനിന്ന് ചെയ്തത്. പുറത്താകുമ്പോൾ എനിക്ക് അറിയുന്നൊരു കടയിൽ നിന്ന് 270 രൂപ 300 രൂപയുടെ താഴെ ബ്രേക്ക് പാഡ് മാറ്റി കിട്ടും. പിന്നെ അതിനായിട്ട് ബ്രേക്ക് പാഡ് ഈ സർവീസ് ടൈമിനൊന്നും ബ്രേക്ക് പാഡ് തേഞ്ഞ് തീരുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും തീരുക. അപ്പോൾ നമുക്കത് സർവീസ് ടൈം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനായിട്ട് ഷോറൂമിൽ പോകണം. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മാത്രം ഞാൻ പുറത്തുനിന്ന് മാറ്റും. ബാക്കി സർവീസെല്ലാം കൃത്യമായിട്ട് ഞാൻ 5 വർഷത്തെ എക്സ്റ്റൻഡർ വാറണ്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസ് കൃത്യമായിട്ട് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സർവീസ് കട്ടാവും, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും വണ്ടിക്ക് സെൻസറോ മറ്റ് കാര്യങ്ങളൊക്കെ കേടായി കഴിഞ്ഞാൽ ഒരുപാട് പൈസ അതിന് ചിലവാകും. അപ്പോൾ എല്ലാവരും സർവീസ് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.